പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ. ഒന്നും അറിയാത്ത പോലെ. ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവന്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് പീഡനം അല്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആണുങ്ങളുടെ വാക്കിനൊരു വിലയില്ല. അപ്പൊ ഈ പറഞ്ഞ 10-20 വർഷം കഴിഞ്ഞവര് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു ഫാഷൻ. ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ റിമാൻഡിൽ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല. ഇവിടെ അല്ല, ഈ ഫൈറ്റില് നമ്മൾ പങ്കെടുക്കൂലോ അല്ലേ? ഞാനോ? എന്നാലും രസമുള്ളൂ. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. ഇപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട്? അതല്ല ഉദ്ദേശം. ഇലുമിനെ പെരുന്നാൾ വന്നിട്ട് പാപ്പ പള്ളി പോയിട്ടില്ല. പിന്നെ വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. സ്ഥിരം പറഞ്ഞ ഡയലോഗ് അത് ചേട്ടനെ എനിക്കിട്ട് തത്വം പറയാം. കിടക്കുന്നവനെ എന്റെ വേദന അറിയൂ. വെറുതെ ഓരോ പടങ്ങളും കണ്ടിട്ട് വന്ന് അടിച്ചു വിടുക നിങ്ങൾ. ഞാൻ പറയുന്നു, ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സുന്ദരനും സുമുഖനുമായിട്ടാണ് ജുഡീഷ്യൽ റിമാൻഡ് കഴിഞ്ഞത്. നീ ഒന്ന് ചുവന്ന് തുടുത്തല്ലോ. അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ പരാതി കൊടുത്താൽ ഇദ്ദേഹം 14 ദിവസം സുഖമായിട്ട് അകത്തു പോകും. മുങ്കത്തെ എനിക്കറിയാം. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം കാണിക്കുന്നവനൊപ്പം സ്ത്രീയെ കാണിക്കേ. അത് ആദ്യം നേടിയെടുക്കുക. 100% ഞാൻ യോജിക്കുന്നു. ലിംഗ വ്യത്യാസമില്ലാതെ അവകാശ സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വേണ്ടത്. പ്രശ്നം വെക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരു സംശയങ്ങള്. വനിതാ കമ്മീഷൻ വേണ്ടേ? വനിതാ കമ്മീഷനും വേണ്ട, മനുഷ്യാവകാശ കമ്മീഷനാണ് ഇവിടെ വേണ്ടത്. അങ്ങനെ വനിതാ കമ്മീഷൻ വേണ്ടെന്ന് പറയണേ. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ? നിവിൻ പോളിയെ വേട്ടയാടിയില്ലേ? അത് ഉത്തരം പറ. അത് എത്രയോ പേരെ വേട്ടയാടി. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുന്നത് അന്യായമല്ലേ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കുമ്പോഴേ അതിന്റെ വേദന അറിയൂ. വനിതാ ദിനം, വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലത്തെത്തി ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സ്ത്രീ തെറ്റ് വരെ